എന്നുള്ളൊരു ബോധ്യം ബ്രദറിന്ന് കൺഫേം ചെയ്യായിരുന്നു. കാരണം പലപ്പോഴും എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ എൻ്റെ മനസ്സിലാ സമയത്തൊരു ചിന്ത വരുമായിരുന്നു, ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തിനായി എൻ്റെ പ്രാർത്ഥന വേസ്റ്റാക്കുന്നത്? ആ പ്രാർത്ഥന ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് തോമസ് പോൾ ബ്രദർ പറഞ്ഞപ്പോൾ നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഒരിക്കൽ കൂടി എനിക്ക് കൺഫേം ചെയ്ത് തരികയായിരുന്നു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് കുഞ്ഞാടുകളെ എന്നപോലെ ഞങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു ചിന്തയിൽ കുഞ്ഞാട് അയക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും കർത്താവ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും ഒക്കെ അവിടുന്ന് നമുക്ക് നൽകും എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ കർത്താവ് തന്നു. പിന്നെ ഈശോ പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. യേശുവാണ് യഥാർത്ഥ പ്രാർത്ഥനക്കാരൻ. നമ്മളൊക്കെ യേശുവിൻ്റെ താഴ്ത്തണ്ടായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ്. ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയോട് ചേർന്ന് നിന്ന് വേണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ കർത്താവ് തന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി ബോധ്യങ്ങൾ മറ്റുള്ളവരെ പങ്കുവെച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബ്രദറിനോട് കിട്ടിയ ബോധ്യത്തിന് ഒത്തിരി താങ്ക്സ്.